വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ അവിടെ രാഘവൻ നായരാണെങ്കിൽ ഈ വിവാഹ വാർഷികം ആഘോഷിക്കാനുള്ള ആ ഒരു തീരുമാനത്തിൽ തന്നെയാണ്. അന്നേരം അതാണെങ്കിൽ സത്യഭാമയെ അങ്ങോട്ട് പറഞ്ഞിട്ട് എല്ലാവരെയും വിളിക്കണമെന്ന് പറയുകയാണ്. ശാരദാമ്മയെ ഞാൻ തന്നെ ഫോൺ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഭാമയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ച് ശാരദാമ്മയെ വിളിക്കുന്നുണ്ട്. അന്നേരം ഭാമ അത് തടയാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ രാഘവൻ നായർ ഒരു തരത്തിലും കൂട്ടാക്കുന്നില്ല. ശാരദാമ്മയെ ഫോൺ ചെയ്യുകയാണ്. ഞാനിങ്ങനെ രാഘവൻ നായരാണെന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിൻ്റെയും ശാലിനിയുടെയും വിവാഹ വാർഷികമാണ് ഈ വരുന്ന മെയ് മാസത്തിൽ, അത് ഞങ്ങളങ്ങ് ആഘോഷിക്കാനായിട്ട് പോവുക എന്നിങ്ങനെ പറയുമ്പോൾ ശാരദാമ്മ ഇരുന്നിടത്ത് നിന്ന് ആ ഫോണും കൊണ്ടങ്ങോട്ട് ചാടി എഴുന്നേൽക്കുകയാണ്. എന്ത് പറയണമെന്നറിയാതെ ശാരദാമ്മ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷേ രാഘവൻ നായർ ആകപ്പാട് സന്തോഷത്തിലൊക്കെയാണ് സംസാരിക്കുന്നത്. ഇതൊക്കെ കേട്ടുകൊണ്ട് തലയെ കൈയും വെച്ചുകൊണ്ട് ഭാമ അടുത്ത് നിൽക്കുകയാണ്. ഈ ഒരു സീനം കാണിക്കുന്നുണ്ട്. അതിനുശേഷം അവിടെ പ്രകാശിനെ കെട്ടിയിട്ടിരിക്കുന്ന ആ ഒരു മഹേന്ദ്രൻ്റെ വേറൊരു ഗോഡൗണിൽ ആ സീൻ കാണിക്കുന്നുണ്ട്. ലാസറും കുറേ ഗുണ്ടകളും ഒക്കെ ഇങ്ങനെ ചുറ്റും നിൽക്കുന്നുണ്ട്. പ്രകാശനെ അവിടെ കസേരയിൽ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ്. ആകെ തളർന്ന അവശനായിട്ടാണ് പ്രകാശൻ ഇരിക്കുന്നത്. അന്ന് പോലീസ് സ്റ്റേഷനിൽ വന്ന ആ ഒരു വേഷം തന്നെയാണ് കാണിക്കുന്നതൊക്കെ. അന്നേരം മഹേന്ദ്രനും അവിടെ എത്തുന്നുണ്ട്. മഹേന്ദ്രനാണെങ്കിൽ കുറച്ച് പണം ഇങ്ങനെ ആ ഒരു പ്രകാശൻ്റെ കയ്യിലേക്ക് കെട്ടിയിട്ടിരിക്കുക തന്നെയാണ്. രണ്ട് കൈ ഇങ്ങനെ കസേരയുടെ കയ്യിലേക്ക് കെട്ടിയിട്ടിട്ടുണ്ട്. അതിൽ തന്നെ പ്രകാശൻ്റെ കയ്യിലേക്ക് കുറച്ച് പണം ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നീ ഇവിടെ നിൽക്കാനായിട്ട്, ഈ രാജ്യത്ത് ഇവിടെ നിൽക്കാനായിട്ട്, കേരളത്തിൽ നിൽക്കാനായിട്ട് പാടില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു ടൈമിൽ തന്നെ ശിവനാണെങ്കിൽ എത്തുന്നുണ്ട്. ശിവൻ ആ ബുള്ളറ്റ് ഓടിച്ചുകൊണ്ട് ആ ഗോഡൗണിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഓടിച്ചിങ്ങനെ കയറ്റുകയാണ്. എന്നിട്ട് മഹേന്ദ്രൻ്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ വണ്ടി നിർത്തുന്നുണ്ട്. എന്നിട്ട് ശിവൻ ഇങ്ങനെ വണ്ടി ഇങ്ങനെ ബുള്ളറ്റ് ഇങ്ങനെ റൈസ് ചെയ്യുകയാണ്. അതിങ്ങനെ ശ്രദ്ധിച്ചു മഹേന്ദ്രൻ ഇങ്ങനെ ദേഷ്യത്തോടെ നിൽക്കുകയാണ്. എന്നിട്ട് ശിവൻ പറയുന്നുണ്ട്, അവൻ ഒരിടത്തേക്കും പോകുന്നില്ല എന്നിങ്ങനെ തറപ്പിച്ച് പറയുകയാണ്. അന്നേരം ശിവനെ കാണുമ്പോൾ പ്രകാശൻ ആകെ ഒരു ജീവൻ വീഴുകയാണ്. ആകെ ഒരു ആശ്വാസമാവുന്നുണ്ട്. പ്രകാശൻ്റെ കയ്യിൽ വെച്ച് കൊടുത്ത പൈസ ഇങ്ങനെ താഴെ അങ്ങ് വീഴുന്നുണ്ട്. എന്നിട്ട് ശിവൻ ബുള്ളറ്റിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് ആ പ്രകാശം രക്ഷിക്കാനുള്ള ശ്രമമാണ്. അന്നേരം അവനെ ഇങ്ങനെ തല്ലി ഓടിക്കാനായിട്ട് മഹേന്ദ്രൻ ആ ഒരു ലാസറിനോട് പറയുമ്പോൾ ലാസർ അവിടെ നിൽക്കുന്ന ബാറ്റോ കമ്പോ എന്തോ എടുത്തുകൊണ്ട് വന്ന് ശിവനെ നേരിടാനായിട്ട് വരുമ്പോൾ ലാസറിനെ അവിടെ തല്ലി തോപ്പിക്കുകയാണ് ശിവൻ അവിടെ ചെയ്യുന്നത്. അപ്പോൾ അവിടെ മിക്കവാറും അവരെ ഇത്രേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അവരെയൊക്കെ അടിച്ച് ഒതുക്കിയിട്ട് പ്രകാശിനെയും കൊണ്ട് ശിവൻ അവിടെ നിന്ന് പോവുക തന്നെ ചെയ്യും. അതോ ഇനി മഹേന്ദ്രൻ ഇനി വേറെ എന്തെങ്കിലും അവസാന ആയുധം വല്ലതും വെച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല ശിവനെതിരെ പ്രയോഗിക്കാനായിട്ട്. എന്തായാലും മിക്കവാറും ശിവൻ രക്ഷിച്ചുകൊണ്ട് പോകുമായിരിക്കും. അത് നമുക്ക് എപ്പിസോഡ് വരുമ്പം കാണാം. പിന്നെ ഈ രാഘവൻ നായർ ഇവിടെ കാട്ടിക്കൂട്ടുന്ന ഈ ഒരു പ്രായമാണ് ഇനി വരാൻ പോകുന്നത്. ഇനി ശിവനെ വിഷ്ണുവിൻ്റെ സ്ഥാനത്ത് നിർത്തി വെഡിങ് ആനിവേഴ്സറി കൂടി ആഘോഷിക്കുകയാണെങ്കിൽ ശാലിനി അതിനൊക്കെ കൂട്ടി നിൽക്കുമോ എന്ന് അറിയില്ല. അതെന്താകും എന്നുള്ളത് കാണാം. ശിവനോടെ പറയുകയും ചെയ്യല്ലോ, വിഷ്ണുവിന് പകരക്കാരനായിട്ട് നിൽക്കില്ല, എനിക്ക് ഞാനാകാനേ കഴിയുള്ളൂ എന്നൊക്കെ. അതിനെ നടപ്പിലാകുമോ എന്താണ് എന്നുള്ളത് നമുക്ക് എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.